ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ക്രാഫ്റ്റ് ഐറ്റമാണ്. നമ്മൾ വേസ്റ്റാക്കി കളയുന്ന പ്ലാസ്റ്റിക് കവറിൽ നിന്നും വളരെ ഉപയുക്തമായിട്ടും കാണാൻ നല്ല ഭംഗിയുള്ളൊരു സൺഫ്ലവറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യമേ നമ്മൾ പ്ലാസ്റ്റിക് കവർ എടുത്ത് കണ്ടില്ല ഒരു നല്ലൊരു ബെഡ്ഷീറ്റിൻ്റെ അകത്തോട്ട് വെച്ച് അത് മടക്കി നല്ലതുപോലെ അയൺ ചെയ്യുകയാണ്. അയൺ ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റായിട്ടും നല്ല പ്ലെയിൻ ആയിട്ടുള്ള കവറായിട്ട് കിട്ടും. അതിനുശേഷം ഇത് ടിഷ്യൂ പേപ്പറാണ്. ആ ഒരു ടിഷ്യൂ പേപ്പർ അതിൻ്റെ സെൻറ്ററിൽ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് റൗണ്ടായിട്ട്, ഒരുപാട് നമ്മൾ പിടിച്ചമർത്തിയല്ല ഞാൻ ഈ ചെയ്യുന്നത്, കുറച്ച് റൗണ്ടായിട്ട് അതിനെ കണ്ടില്ലേ ഇതുപോലെ കുത്തിപ്പിടിച്ച് അതിൻ്റെ സെൻറ്ററിൽ വെക്കാൻ വേണ്ടിയിട്ട് ആണ്. ഒരു കവറൊന്നുമല്ല, ഇതൊരു 7, 8, 10, 12, 15 എന്ന് പറയാം. അങ്ങനെ എടുത്ത് ചുരുട്ടി മടക്കി അതിൻ്റെ ബാക്കിലോട്ട് നമ്മൾ മുടി കെട്ടുന്നതാണ് കണ്ടില്ലേ, ചുരുട്ടി കൂട്ടി വെച്ചിരിക്കുകയാണ്. അതിന് ശേഷം കണ്ടില്ലേ ആ ഒരു സെൻറ്ററിൽ നമ്മൾ ആ ഒരു സൺഫ്ലവറിൻ്റെ സെൻറ്ററിലോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു 2, 3, 4 എണ്ണം വീണ്ടും നമ്മളത് ചെയ്ത്, ഇത് ഗോൾഡൻ വയർ കൊണ്ട് അതിൻ്റെ ലാസ്റ്റ് നമ്മൾ നല്ലതുപോലെ വരിഞ്ഞ് മുറുക്കി അതിന് നല്ല നീളത്തിലൊരു ടെയിലായിട്ട്, കാരണം അത് നല്ലൊരു വലിയ തണ്ടോടുകൂടി ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നല്ല നീളത്തിലുള്ളൊരു തണ്ടാക്കി എടുക്കുകയാണ് ചെയ്തത്. കണ്ടില്ലേ അത് 2, 3 ലെയർ ഞാൻ ചുറ്റിയെടുത്തെങ്കിൽ മാത്രമേ നല്ല കട്ടിക്കുള്ളത് കണ്ടില്ലേ ചുറ്റി വരഞ്ഞ് വളരെ സാവകാശം നല്ല മനോഹരമായിട്ടുള്ള ഫ്ലവറാണ്. നമ്മൾ ഇതുപോലെ വേസ്റ്റാക്കി കളയുന്ന ഒരുപാട് പ്ലാസ്റ്റിക് കവറിൽ നിന്ന് കണ്ടില്ലേ നല്ല വലിയതാക്കി എടുത്ത്, ഇനി ആ ഒരു കവറ് കട്ട് ചെയ്ത് ആ വാല് കണ്ടില്ല, ആ വാല് കറങ്ങി നടക്കും വീണ്ടും എൻ്റെ അടുത്തോട്ട് കട്ട് ചെയ്തിട്ട് ഉണ്ട് ഓരോ ഇതൾ കണ്ടില്ല ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. അത് ഉണ്ട് ആ ഒരു ഇതളാണ് പെറ്റൽസിന് വേണ്ടിയിട്ട് കണ്ടില്ലേ എടുത്ത് കട്ട് ചെയ്ത്, ഇത് 2 യെല്ലോ കവറുകളാണ് കട്ട് ചെയ്ത് മാറ്റി വെച്ച്. ഇത് കണ്ടില്ല എൻ്റെ സെൻറ്ററിലേക്കുള്ളതാണ് ചുറ്റി എടുത്ത്. ഇനി അത് ഒട്ടിച്ചെടുക്കാനായിട്ട് ഇതിപ്പോൾ നമ്മൾ അങ്ങനെ മടക്കി ഒരു 4, 5, 6, 7, 8 മടക്ക് നീളത്തിലാണ് മടക്കി എടുത്തിരിക്കുന്നത്. ആ നീളത്തിൽ മടക്കി എടുത്തതിനെ ആ ഒരു ഷേപ്പ് മടക്കി വെച്ച് കട്ട് ചെയ്ത് നിവർത്തുമ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും. ഒന്ന് കട്ട് ചെയ്ത് നോക്കണേല, അപ്പോഴും നമുക്ക് അറിയാൻ പറ്റും ഇത് ഏത് നല്ല നീളത്തിൽ തന്നെ നമുക്കത് കിട്ടും. കാരണം ആ ഒരു സൺഫ്ലവറിൻ്റെ ലീവ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് നീളത്തിൽ അറ്റം നല്ല വി ഷേപ്പിലും ആയിരിക്കും. ഈ എല്ലാം ഒരു ഗോപുരം പോലത്തെ ഒരു ഷേപ്പായിരിക്കും. അപ്പോൾ ആ ഒരു മോഡൽ ഞാനത് കട്ട് ചെയ്തെടുത്ത് ഓരോന്ന് നമ്മളത് മടക്കി വെക്കുമ്പോൾ ഇതുപോലെ നമ്മൾക്ക് ഒരുപാട് പെറ്റൽസുകൾ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. വെറും നേർത്ത പെറ്റൽസ് ആയിട്ടല്ല, 3, 4 പെറ്റൽസുകൾ ഒരുമിച്ച് ഇരിക്കത്തക്ക വിധത്തിലാണ് ഞാൻ ഇതിപ്പോൾ ഈ 2 എണ്ണം ഒരുമിച്ച് ഒട്ടിച്ചേർത്ത് വെച്ച പെറ്റൽസുകളാണ് ഞാൻ ചുറ്റും ഒട്ടിച്ചെടുക്കുന്നത്. ഓരോന്നാകുമ്പോൾ വളരെ എന്താ പറയുന്നത് ബലക്കുറവോടുകൂടി അതൊരുമാതിരി തളർന്ന് കിടക്കുന്നതാണ് കായ്പോകും. കണ്ടില്ലേ ഇതിപ്പോൾ 2 പെറ്റൽസുകൾ ഒരുമിച്ച് വെച്ച പ്ലാസ്റ്റിക് കവറാണ്. ഇനി അത് ചെയ്യുന്ന വെച്ചാൽ ഇങ്ങനെ കമത്തിയിട്ടിട്ട് അതിന് ചുറ്റും വെച്ചിട്ട് അതിന് ചുറ്റും ഓരോന്ന് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നോക്കി ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് ഓരോ പെറ്റൽസും അതിൻ്റെ സൈഡായിട്ട് ഒട്ടിച്ചെടുക്കുമ്പോൾ അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. നമ്മൾ നേരെ വെച്ച് ഒട്ടിക്കുന്നതിലും എളുപ്പ രീതി എന്ന് പറഞ്ഞാൽ അതിനെ കമത്തി വെച്ച്, കാരണം സെൻറ്ററിൽ വെക്കുന്നതെന്ന് വെച്ചാൽ വലിയൊരു ബോൾ പോലത്തെ ഒരു ഇതാണ്. കാരണം ആ ഒരു നമ്മൾ കണ്ടിട്ടില്ല ഒറിജിനൽ ഇതെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ആ ഒരു എന്താ പറഞ്ഞാൽ ആ ഒരു സീഡ്സ് എല്ലാം വലിയതാണ് വരുന്നത്. ആ ഫ്ലവർ ഉണങ്ങുമ്പോൾ ആ സീഡ്സ് എടുത്തല്ലേ സൺഫ്ലവർ ഓയിൽ, അപ്പോൾ അത്രയും വലുപ്പം ആ സീഡ്സ് കാണാൻ നല്ല ഭംഗിയുമാണ്. ഉണങ്ങിയ സീഡ്സുകൾ കണ്ടില്ലേ, അപ്പോൾ അത്രയും വലുപ്പത്തിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ഇത് ഇങ്ങനെ കമത്തിയിട്ട് ഒട്ടിച്ചെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും. ഇതുപോലെ ഇപ്പം സൺഫ്ലവർ മാത്രമല്ല വൈറ്റ് കവറും അതുപോലെ തന്നെ മറ്റുള്ള ഓറഞ്ച് കവറും ഒക്കെ കിട്ടും. ഇതുപോലത്തെ വ്യത്യസ്തമായിട്ട് മറ്റൊരു ഫ്ലവേഴ്സുകൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോൾ സൺഫ്ലവർ ആയതുകൊണ്ടാണ് കണ്ടില്ലേ റൗണ്ട് ചെയ്ത് വലിയ ഫ്ലവർ ചെയ്യണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം, കുഞ്ഞു ഫ്ലവറല്ല. അപ്പം ബൾബ് വെച്ച് ഞാൻ ഇതുപോലെ സൺഫ്ലവർ ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പം ഇത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നമുക്ക് ഒരെണ്ണം ചെയ്യാൻ പറ്റുമെങ്കിൽ അത് പലതിലും നമുക്ക് പരീക്ഷിച്ച് നോക്കി ചെയ്യാവുന്നതേ ഉള്ളൂ. മോൻ എൻ്റെ അടുത്ത് തന്നെ കറങ്ങി നിൽപ്പുണ്ട്. കണ്ടില്ലേ, കമത്തി നമ്മളത് കറക്റ്റ് നമുക്കത് ഒട്ടിച്ചെടുക്കാൻ പറ്റും. ആദ്യത്തെ ലെയർ 7 ഒട്ടിച്ച് അതിൻ്റെ തൊട്ട് താഴെ തന്നെ വീണ്ടും അതിൻ്റെ സെൻറ്റർ നോക്കി വീണ്ടും ഒട്ടിച്ചൊട്ടിച്ച് അത് റൗണ്ട് ചെയ്ത് ഒട്ടിച്ചുകൊണ്ട് എടുക്കുകയാണ്. കണ്ടില്ലേ, റൗണ്ട് ചെയ്ത് ഒട്ടിച്ച് കണ്ടില്ലേ, ആദ്യത്തെ ലെയർ ഒരു 7 പെറ്റൽസ് ഒട്ടിച്ച് കഴിഞ്ഞ് അതിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ കുറച്ചും കൂടി നീളത്തിലുള്ള പെറ്റൽസുകളാണ് ഒട്ടിച്ചുകൊണ്ട് വരുന്നത്. ആ ഒരു ഗ്യാപ്പിൽ വെച്ച് ഓരോന്നായിട്ട് രണ്ടായിട്ട് ഒട്ടിച്ച് റൗണ്ട് ചെയ്ത് ഒട്ടിച്ച് കഴിഞ്ഞ് ഇനി അതിൻ്റെ ലീവ്സിനുള്ളത് അതും അതേപോലെ തന്നെ ആ ഒരു കവറിൻ്റെ 2 അറ്റവും കട്ട് ചെയ്ത് അതിനെ 2ആയിട്ട് മടക്കി കുറച്ച് വീതിക്കുള്ള ലീവ്സ് ആയതുകൊണ്ട് അതനുസരിച്ച് മടക്കി എടുക്കുകയാണ്. മടക്കി കണ്ടില്ലേ, ലീവ്സ് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി ഇത് കട്ട് ചെയ്തിട്ട് അത് കളർ ചെയ്യാണ്. അതിൽ ചേർത്ത് ഒട്ടിച്ച് വെച്ചിട്ട് കളർ ചെയ്തെടുത്താൽ മാത്രം മതി. വളരെ സിമ്പിളായിട്ടും എനിക്ക് കാണാനോ വളരെ മനോഹരമായിട്ടുള്ളൊരു ഫ്ലവറാണ്. നമുക്കിതുപോലെ പല ഫ്ലവേഴ്സുകൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പം ആ ഒരു ലീവ്സ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കവർ വെച്ചാണ് മടക്ക് ഒരു 8 മടക്കാകുമ്പോൾ നമുക്ക് ഒറ്റ കട്ടിങ്ങിൽ തന്നെ ഒരുപാട് ലീവ്സുകൾ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഞാൻ 2 കട്ടിങ്സേ ചെയ്തോളൂ. ഇത് വേറൊരു കളറിലാണ്, അത് ആ തണ്ടിന് ചുറ്റിയെടുക്കാൻ. ഇതെന്ന് പറഞ്ഞാൽ ആ ഫ്ലവറിൻ്റെ ഏറ്റവും അടിയിലോട്ട് വെക്കാൻ റൗണ്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞ് അതും ആ ഒരു കമ്പി കൂടെ കുത്തി ഇറക്കി ഏറ്റവും അടിഭാഗത്തേക്ക് ചെയ്തിരിക്കുകയാണ്. ഏറ്റവും അടിഭാഗത്തോട്ട് അത് ചേർത്ത് ഒട്ടിച്ച് വെക്കുകയാണ് ചെയ്തത്. കണ്ടില്ലേ, ഇതുപോലെ ചേർത്ത് ഒട്ടിച്ച് വെച്ചിട്ട് ലാസ്റ്റാണ് ആ ഒരു ഡാർക്ക് ഗ്രീൻ എടുത്ത് അതിൻ്റെ ഒരു കണ്ടില്ലേ ഒട്ടിച്ചെടുക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഡാർക്ക് ഗ്രീൻ കളറാണ്, നമ്മളൊരു കവറാണ്. അത് നീളത്തിൽ കട്ട് ചെയ്ത് മോൻ എൻ്റെ അടുത്ത് തന്നെ ഇരുന്നുകൊണ്ട് മൊബൈലിൽ കളിച്ചിരിക്കുകയാണ്. കണ്ടില്ലേ, അവൻ്റേതായ ഒരു മൊബൈലിൽ അവരിന്ന് കളിച്ച് എൻ്റെ അടുത്തിരിക്കുക. കണ്ടില്ലേ, ഇതെല്ലാം ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞ് അതിൻ്റെ ബാക്കിലും ചെയ്ത് വെച്ച് ആ ഒരു 2 ലീവ്സും ആ ഒരു തണ്ടോടുകൂടി നമ്മൾ ഒട്ടിച്ച് വെറുതെ ചുറ്റിയെടുക്കുകയാണ് ചെയ്തത്. ആ പ്ലാസ്റ്റിക് ലാസ്റ്റ് മാത്രമാണ് B7000 എന്ന ഗം കൊണ്ട് ഒട്ടിച്ചെടുത്തത്. കണ്ടില്ലേ, ഫ്ലവർ റെഡി ആയിക്കഴിഞ്ഞ് മനോഹരമായിട്ടുള്ള ഫ്ലവർ ആയിക്കഴിഞ്ഞ് ആ സെൻറ്ററിൽ ടിഷ്യൂ പേപ്പറിൻ്റെ വൈറ്റാണ്. ആ ഒരു വൈറ്റ് ഉള്ള ഭാഗത്ത് കളർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ മനോഹരമാക്കി നല്ലൊരു വലിയ ഫ്ലവർ ആയിക്കഴിഞ്ഞു. നമ്മൾ വേസ്റ്റാക്കി ചുരുട്ടി കളഞ്ഞൊരു പ്ലാസ്റ്റിക് കവറായിരുന്നു. അതിനെ നല്ലതുപോലെ അയൺ ചെയ്താണ് ഇങ്ങനെ നിവർത്തിയെടുത്തത്. വളരെ മനോഹരമായിട്ടുള്ളൊരു സൺഫ്ലവർ ആയിക്കഴിഞ്ഞു.